കപ്പലിൽ നിന്ന് വെള്ളത്തിൽ ചാടുമ്പോൾ അനിൽകുമാറും ഒപ്പമുണ്ടായിരുന്നുവെന്ന ഹൂതി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ കന്യാകുമാരി സ്വദേശി ഡി അഗസ്റ്റിൻ മീഡിയ വണ്ണിനോട് ഒഴുക്ക് കൂടുതലായിരുന്നതിനാൽ താനും അനിലും രണ്ട് ദിശയിലായെന്നും അഗസ്റ്റിൻ പറഞ്ഞു. അനിൽകുമാറിനെ കണ്ടെത്താൻ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമടക്കം നിവേദനം നൽകിയിരുന്നതായി കുടുംബം പ്രതികരിച്ചു. ജൂലൈ 7-നാണ് ഹൂതികൾ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള എറ്റേണിറ്റി സി എന്ന ചരക്ക് കപ്പൽ ആക്രമിച്ചതിന് പിന്നാലെ കായംകുളം സ്വദേശി ആർ അനിൽകുമാറിനെ കാണാതാവുന്നത്. ഇക്കഴിഞ്ഞ 7-ാം തീയതി ചെങ്കടലിൽ വെച്ച് ഹൂതികളുടെ ആക്രമണത്തിൽ തകർന്ന ചരക്ക് കപ്പൽ എറ്റേണിറ്റി സിയിൽ കാണാതായ ആംഗാർഡ് മലയാളിയെപ്പറ്റി ഇപ്പോഴും വിവരമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ മീഡിയാവിനോടൊപ്പം ചേരുകയാണ്. ആർ അനിൽകുമാർ, അദ്ദേഹം ആംഗാർഡായിരുന്നു ആ കപ്പലിലെ. എപ്പോഴാണ് ഈ വിവരം ശ്രീജ ചേച്ചി അറിയുന്നത്? എന്നെ മെനഞ്ഞാന്നാണ് സൗദി എംബസിയിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നത്, ഇതുപോലെ ഷിപ്പ് അറ്റാക്ക് ആയിട്ടുണ്ട്, അപ്പോൾ ആൾ മിസ്സിങ് ആണ് എന്നാണ് പറഞ്ഞത്. എൻ്റെ അടുക്കൽ ആൾ മിസ്സിങ് ആണ്, കൂടുതൽ അവർ പറയാം, എന്താണെങ്കിലും പറയാമെന്നാണ് പറഞ്ഞത് എൻ്റെ അടുക്കൽ. എംബസിയിൽ നിന്ന് വിളിച്ചിട്ട് എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അറ്റാക്ക് നടന്നു, ആ സമയത്ത് കുറച്ച് പേര് മരണപ്പെട്ടിട്ടുണ്ട്, കുറച്ച് പേര് റെസ്ക്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലൊന്നും എൻ്റെ ഹസ്ബൻഡ് ഇല്ല. പിന്നെ ഹൂതികളുടെ കയ്യിൽ കുറച്ച് പേരുണ്ട്, അതിൽ ഉണ്ടാവും എന്നുള്ള ഒരു ഹോപ്പാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുവരെ നമുക്ക് അങ്ങനെ അവരുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് മേളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം അങ്ങനെ ഒരു ഇന്ത്യൻ ആൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് അറിയണമല്ലോ, അങ്ങനെ ഒരാളുണ്ട്, ഓക്കെ ആണ് എന്ന് അറിയണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതും. അപ്പോൾ കാരണം ഇത്ര ദിവസമായി നമുക്കൊരു വിവരം ഇതുവരെ വേറെ ആളിനെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ല. അവരുടെ കൂടെ ഉണ്ടോ എന്നുള്ളത് പോലും അറിയില്ല. അപ്പോൾ അതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു മറുപടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനിൽകുമാറിൻ്റെ സുഹൃത്ത് സജി കൂടി മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴാണ് സജിച്ചേട്ടൻ ഈ വിവരം കിട്ടുന്നത്? ഞാൻ ഈ വിവരം അറിയുന്നത്, ഇത് സംഭവം നടന്ന 7-ാം തീയതിയാണ്. 8-ാം തീയതി സംഭവം അറിഞ്ഞു. 8-ാം തീയതി സംഭവം അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഓഫീസിലേക്കും എല്ലാം നമ്മൾ മെയിൽ അയച്ച് തിരക്കുന്നുണ്ടായിരുന്നു. പാലക്കാട് ഓഫീസിലും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗ്രീക്കിലെ നമ്മുടെ സീഗാർഡിയൻ കമ്പനിയാണ്, സീഗാർഡിയൻ മെരിടൈം സെക്യൂരിറ്റി കമ്പനിയാണിത്. അപ്പോൾ അവിടത്തേക്ക് ഒരുമിച്ച് വർക്ക് ചെയ്തവരാണല്ലേ? അതെ, ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഇപ്പം ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. ഞാനിപ്പം ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ സൈൻ ഓഫ് ആയിട്ട് പോകുന്നതാണ്. അപ്പം ഗ്രീക്കിലേക്ക് മെയിൽ അയച്ചപ്പോഴും മെസ്സേജ് അയച്ചപ്പോഴും അവർ റിപ്ലൈ എനിക്ക് തന്നത് പാലക്കാട് ഓഫീസുമായിട്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞു. പാലക്കാട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവിടുത്തെ നമ്മുടെ റസാഖ് സാർ പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് യാതൊരു വിധമായിട്ടുള്ള ഇതൊന്നും കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ പറയുന്നു, ഹൂതികളിപ്പം പിടിച്ചു വെച്ചിരിക്കുന്നതിൽ ഒരു ഇന്ത്യക്കാരനുണ്ടെന്ന് ഇങ്ങനെ നമുക്കൊരു റൂമർ കിട്ടിയിട്ടുണ്ട്, അത് കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതിൽ പുള്ളി ഉണ്ടാവും എന്നുള്ളൊരു ഹോപ്പിലാണ് ഞങ്ങളിപ്പം മുമ്പോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങൾക്കും മുഖ്യമന്ത്രി അടക്കം എല്ലാവർക്കും നിവേദനം എല്ലാം കൊടുത്തിട്ടുണ്ട്.